അപ്പോൾ വിശുദ്ധ മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരുടെ ആത്മാക്കൾ ഈ സദസ്സിലുണ്ട്. അള്ളാഹുവിൻ്റെ മലായികത്ത് പങ്കെടുക്കണം. മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയ ഒക്കെ ഈ സദസ്സിൽ നിറഞ്ഞിക്കണം. അപ്പോൾ അത് നമ്മൾ വിശ്വാസം മാത്രമല്ല, അത് വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അത് ലക്ഷ്യങ്ങളെ കൊണ്ട് നമുക്ക് തെളിയിക്കാൻ കഴിയുന്നതാണ്. കേട്ടില്ലേ എന്താണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത്? ഇവരുടെ സമ്മേളനത്തിൽ മഹാന്മാരായ അംബിയാന്റെ അർവാഹുകൾ, റൂഹുകൾ, ആത്മാക്കൾ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ്. മാത്രമല്ല ഔലിയാന്റെ അർവാഹുകളൊക്കെ ഇവരുടെ സമ്മേളനത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് എന്നാണ് ഇയാൾ പറയുന്നത്. അപ്പോൾ മഹാനായ ആദം നബി അലൈഹിസ്സലാം മുതൽ അന്തിമദൂതനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പ്രവാചകന്മാരുടെ അംബിയാന്റെ അർവാഹുകളൊക്കെ ഇവരുടെ സമസ്തയുടെ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഔലിയാക്കളുടെയൊക്കെ അർവാഹുകൾ കൊണ്ട് ഇവരുടെ സദസ്സ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അത് സാധാരണ ഒരു വിശ്വാസം ഒന്നല്ല കേട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ട സമസ്തക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസമാണ് എന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നുണ്ട്. മാത്രമല്ല അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് വിശുദ്ധമായ കണ്ണുകൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ കാണാൻ കഴിയുന്നതാണ്. വിശുദ്ധമായ കണ്ണുകൾക്ക് ഈ ആത്മാക്കളെ കാണാൻ കഴിയുന്നു. മാത്രമല്ല ഇതൊക്കെ ലക്ഷ്യസഹിതം തെളിയിക്കാൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് ഒരു പ്രയാസവുമില്ല. അതൊക്കെയാണ് സമസ്തയുടെ പ്രത്യേകതകൾ എന്നൊക്കെയാണ് ഇയാൾ പറഞ്ഞത്. ഇതൊക്കെ ഇയാൾ പറഞ്ഞതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിക്കുന്ന ഈ സമസ്തക്കാരും അതേപോലെ ഇവരുടെ സമാന വിശ്വാസക്കാരുമൊക്കെ പറഞ്ഞു നടക്കുന്നത് കൊണ്ടാണ് സലഫികൾ ഇവരെ സംബന്ധിച്ച് നിങ്ങൾ അഹ്ലുസുന്നത്തല്ല കൂട്ടരെ, നിങ്ങളിവിടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഷിയാക്കളുടെ വിശ്വാസമാണ് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. അതിപ്പോൾ നിങ്ങളിവിടെ തെളിയിച്ചിരിക്കുകയാണ്. നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങളുടെ സദസ്സിൽ അംബിയാന്റെയും ഔലിയാന്റെയും ഒക്കെ അർവാഹുകളുണ്ട് എന്നല്ലേ, അങ്ങനെ വരും എന്നല്ലേ, അങ്ങനെ വരാൻ അവർക്ക് സാധിക്കുമെന്നല്ലേ നിങ്ങൾ പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ ജിഫ്രി മുത്തുക്കോയ തങ്ങളോട്, നിങ്ങൾക്കിത് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് തെളിയിക്കാൻ പറ്റൂ? നിങ്ങളുടെ സമ്മേളനത്തിൽ ഇങ്ങനെ അംബിയാന്റെയും ഔലിയാന്റെയും ഒക്കെ അർവാഹുകൾ പങ്കെടുത്തിട്ടുണ്ട്, അങ്ങനെ പങ്കെടുക്കാൻ കഴിയും എന്നതിന് നിങ്ങൾക്ക് പ്രമാണങ്ങൾ ഖുർആനോ സ്വഹീഹായ ഹദീസോ വെച്ചുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ വിഷയം തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. സാധിക്കുമെങ്കിൽ, നിങ്ങൾ ലക്ഷ്യമുണ്ട് എന്നല്ലേ പറഞ്ഞത്, ആ തെളിവ് ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണം. ആ തെളിവ് നിങ്ങൾ പുറത്തുവിട്, എല്ലാവരും ഒന്ന് കാണട്ടെ. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാക്കാലോ നിങ്ങളുടെ സമ്മേളനത്തിൽ അംബിയാവ് വന്നിട്ടുണ്ട്, ഔലിയാക്കളുടെ അർവാഹുകൾ, അംബിയാഹിന്റെ അർവാഹുകളൊക്കെ വന്നിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാലോ. എന്നാൽ നിങ്ങൾക്കതിന് സാധിക്കുകയില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം നിങ്ങൾ ഇവിടെ ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതൊരിക്കലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയല്ല, അഹ്ലുസുന്നത്തിന്റെ അഖീദയല്ല. അഹ്ലുസുന്നത്ത് അർവാഹുകളുടെ വിഷയത്തിൽ വിശ്വസിക്കുന്നത് എന്താണ്? മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ റൂഹ് പിന്നെ ആലമുൽ ബർസഖിലേക്ക് നീങ്ങുകയാണ്. ബർസഖി ലോകത്താണ് പിന്നെ അതുള്ളത്. അത് അവിടെ തടഞ്ഞു വെക്കപ്പെട്ടിരിക്കുകയാണ്. പിന്നെ ദുനിയാവിലേക്ക് വരികയില്ല, ഇവിടെ ചുറ്റിക്കറങ്ങുകയില്ല. അത് ഏത് പരിശുദ്ധമായ അർവാഹുകളാണെങ്കിലും മറ്റുള്ളതാണെങ്കിലും ഈ ദുനിയാവിൽ ചുറ്റിക്കറങ്ങുക, നിങ്ങളെ സമ്മേളനത്തിന് വരിക, തിരിച്ചു പോകുക, അല്ലെങ്കിൽ അവരെ വീട് പോയി സന്ദർശിക്കുക, ഇതൊന്നും ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ എവിടെയില്ല. ആ അർവാഹുകൾ മുഅ്മിനീങ്ങളുടെ അർവാഹുകളാണെങ്കിൽ അവർക്ക് അവിടെ അനുഗ്രഹങ്ങൾ നൽകപ്പെടുന്നുണ്ട്. ഇനി കുഫാറുകളുടേതാണെങ്കിൽ അവർക്ക് അവിടെ ശിക്ഷയും ലഭിക്കുന്നുണ്ട്. അതൊന്നും പിന്നെ ഈ ദുനിയാവുമായി അവർ ഈ ദുനിയാവിലേക്ക് വരികയോ നിങ്ങളെ സമ്മേളനത്തിൽ പങ്കെടുക്കുകയോ ഒന്നും ചെയ്യൂല. അതിന് തെളിവില്ല, കാണിക്കാനും കഴിയില്ല. എന്നാൽ നിങ്ങളിപ്പോൾ പറഞ്ഞ ഈ കാര്യമുണ്ടല്ലോ, അത് പ്രചരിപ്പിക്കുകയും അത് പ്രധാനമായ ഒരു വിശ്വാസമായി കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ഒരു ടീം ലോകത്ത് വേറുണ്ട്. അവരാരാന്നറിയോ നിങ്ങൾക്ക്? അത് അഹ്ലുസുന്നയല്ല, അത് അഹ്ലു ഷിയയാണ്. ഷിയാക്കളുടെ വിശ്വാസം എന്താണ്? ഇങ്ങനെയുള്ള ഈ പരിശുദ്ധമായ അർവാഹുൽ മുഖദ്ദസൊക്കെ ഇതേപോലെയുള്ള സമ്മേളനത്തിലും മറ്റുമൊക്കെ ആയി വരും, അവരിവിടെ ചുറ്റിക്കറങ്ങും, ഇവിടെ സന്ദർശിക്കും എന്നൊക്കെ വിശ്വസിക്കുന്നത് അവരാണ്. അവർക്കതിന് തെളിവ് ഇസ്ലാമിക പ്രമാണങ്ങളിലുണ്ടോ? ഇല്ല. അവർ പ്രചരിപ്പിക്കുന്ന അന്ധവിശ്വാസമാണ്. അവരുടെ കിതാബുകളിൽ അത് കാണാൻ കഴിയും. ഞാനിത് വെറുതെ പറയുന്നതല്ല. ബസായിറുദ് ദറജാത്ത് എന്ന് പറയുന്ന ഷിയാക്കളുടെ കിതാബ് നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കൂ. റൗളത്തുൽ വാഇലീൻ എന്ന് പറയുന്ന കിതാബ് നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കൂ. ബിഹാറുൽ അൻവാർ എന്ന് പറയുന്ന ഷിയാക്കളുടെ കിതാബ് എടുത്ത് പരിശോധിച്ച് നോക്കൂ. അതിലൊക്കെ ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്ന ഈ നിലക്കുള്ള വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നത് കാണാൻ കഴിയും. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ആർക്കൊരു സംശയം വേണ്ട. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഞങ്ങളുടെ ഈ പ്രധാനമായ വിശ്വാസമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രചരിപ്പിച്ച കാര്യം ഷിയാക്കളുടേതാണ്, അഹ്ലുസുന്നത്തിൻ്റെതല്ല. അപ്പോൾ നിങ്ങൾ കൊണ്ട് നടക്കുന്ന ആശയവും ആദർശവും എന്ത് സമ്മേളനം നടത്തിയിട്ടും കാര്യമില്ല, അത് അഹ്ലുസുന്നത്തുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ജനങ്ങൾക്കിപ്പോൾ കൂടുതൽ ബോധ്യപ്പെട്ടിരിക്കുകയാണ് നിങ്ങളുടെ സംസാരങ്ങൾ. ഇതുമാത്രമല്ല, നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളെടുത്ത് പരിശോധിച്ചാലും വളരെ വ്യക്തമായി ഏതൊരാൾക്കും മനസ്സിലാക്കാൻ
കഴിയും. അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിനുള്ള കൃത്യമായ തെളിവ് നിങ്ങൾ പുറത്തുവിടണമെന്ന് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഏതാണെങ്കിലും അള്ളാഹു സത്യം മനസ്സിലാക്കാനുള്ള തൗഫീഖ് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.